വൈക്കത്ത് വീടിന് തീപിടിച്ച് വയോധിക മരിച്ചു. ഇടയാഴം സ്വദേശിനി മേരിയാണ് മരിച്ചത്. രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട അയൽവാസികൾ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അടുപ്പിൽ നിന്ന് തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഷിനോജ് ജസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? മോത്തി ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. വൈക്കം ഇടയാഴം കൊല്ലന്താനം സ്വദേശിയായിട്ടുള്ള മേരിയാണ് മരിച്ചത്. 75 വയസ്സാണ് പ്രായം. മൂകയും ബദിരയുമായ മേരി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ഈ അടുപ്പിൽ നിന്ന് തീ പടർന്നതാകാം ഈ ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നതാണ് ഫയർഫോഴ്സിൽ നിന്നും അതുപോലെ തന്നെ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന മേരി ഈ കയ്യിൽ കിട്ടുന്ന പേപ്പറും പത്രവും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീടിനുള്ളിൽ കൂട്ടിയിടുക പതിവായിരുന്നു. ഇത് തീ കൂടുതൽ ആളിക്കത്താൻ ഇടയാക്കിയെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ആദ്യം നാട്ടുകാരും സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ആദ്യ രക്ഷാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് വൈക്കത്തെ പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെ തീ അണച്ചിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും മേരിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിലും വൈക്കം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ ഒക്കെ സ്വീകരിച്ചു വരികയാണ്. ശരി ഷിനോജ്.